ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ യാസിക്ക് ഒരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോവാട്ടോ. ഓക്കെ, നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായി. അപ്പം വി ഡോണ്ട് സെലിബ്രേറ്റ്. നമ്മൾ നമ്മുടെ കുഞ്ഞു മോനക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നെസ്റ്റോയിലേക്കാട്ട് പോകുന്നത്. നെസ്റ്റോയിൽ കണ്ടിട്ട് എന്തോ ഓഫറൊക്കെ ഉള്ള മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയില്ലായിരുന്നു ഓഫറൊന്നും ഉണ്ടോയെന്നൊന്നും. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മൾ അധികം ബേസ്മെൻറ്റ് പാർക്കിംഗ് തന്നെ ചെയ്യാറ്. പുറത്ത് എവിടെയെങ്കിലും മുകളിൽ നമ്മൾ ഇതുവരെ പാർക്ക് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ തന്നെയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നെസ്റ്റോയിൽ എന്തോ ഓഫർ ഉണ്ടെന്ന്. നെസ്റ്റോയിൽ ഓഫർ ഉണ്ട്. അപ്പം ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ. 5, 10, 15, 20, 25 അങ്ങനത്തെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായി. അങ്ങനെ നമ്മൾ യാസിക എന്താ വാങ്ങാമെന്ന് സെർച്ചിങ്ങിലാണ് കേട്ടോ. എന്താ വാങ്ങണ്ടേന്ന് അവനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് അല്ലാണ്ട് അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും അതിൻ്റെ കൂടെ നടക്കട്ടെ എന്ന് കേട്ടു. പിന്നെ നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പം അവർ അവിടേക്ക് വന്നതാണ്. ഇത്രയും നേരം ഉറങ്ങായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എണീച്ചത്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ യാസിക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള ആ ഒരു സെക്ഷനിൽ എത്തിയിട്ടോ. നമ്മളങ്ങനെ ഫ്ലൈറ്റും JCB ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ വലിയ ഗിഫ്റ്റൊന്നും വാങ്ങണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഓൾറെഡി അവനക്കൊരു വലിയ ജീപ്പുണ്ട്, ബൈക്കുണ്ട്, സൈക്കിളുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞെന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ അവന് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ JCB. അപ്പോൾ അവന് അത് വാങ്ങണമെന്നും പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ നമ്മളെ ആശ്വസിപ്പിച്ചു. പിന്നെ ഒരു ദിനോസറിനൊക്കെ കിട്ടിയപ്പോൾ ആള് ഹാപ്പിയായി. അതിൻ്റെ വലിയതും ചെറുതും ഒക്കെ കിട്ടിയപ്പോൾ അവന് ഹാപ്പി ആയിട്ടോ. പക്ഷെ ഇതല്ല കേട്ടോ, നമ്മൾ ആക്ച്വലി ഇതല്ല അവന് വാങ്ങിക്കൊടുത്തത്. എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു കാറാണ് കേട്ടോ യാസിക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. റിമോട്ട് കാറാണ്. അവന് റിമോട്ട് കാറൊന്നും ഓടിക്കാൻ അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ അത് സെലക്ട് ചെയ്തു കേട്ടോ. ആ കാർ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അവന് അത് വേണ്ട കണ്ടോ. എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഇഷ്ടം. എന്തായാലും നമ്മളത് വാങ്ങി. യാസിക്ക് വേണ്ടിയിട്ടുള്ള കാറ് ഇതാ. ഇനി നമ്മൾ ഈ കാറ് അൺബോക്സ് ചെയ്യാനൊക്കെ പറയില്ലേ, അതാട്ട് സംഭവം. കത്രികൊന്നും കിട്ടിയില്ല, വെള്ള പെന്ന് വെച്ചിട്ട് അൺബോക്സ് ചെയ്യാണ്. യാസിക്ക നോക്കിയിരിക്കുക കേട്ടോ. യാസിക്ക് അങ്ങോട്ട് പുറത്തെടുത്തിട്ട് ഓടിക്കണം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചാർജ് ചെയ്യണം, ബാറ്ററി ചാർജ് ചെയ്യണം. ഒരു 6 hours ചാർജ് ചെയ്യണം എന്നാണ്. അപ്പം നമ്മൾ ചാർജൊക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടോ. എന്നതിന് ശേഷം ആണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചാർജൊക്കെ ചെയ്തു ഓൾറെഡി. എന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു അൺബോക്സിങ് പോലെ ഇങ്ങനെ ജസ്റ്റ് തുറന്നതേ ഉള്ളൂ.
പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഇഫുജിക്ക് ഒരു കുഞ്ഞു ബാർബി ഡോളിനെ വാങ്ങിയിട്ടുണ്ടായിട്ടോ. യാസ അത് അൺബോക്സ് ചെയ്യുന്ന സങ്കടത്തിൽ ഇഫുജി കരിയാണ്. ഇഫുജിൻ്റെതാണല്ലോ, പിന്നെ എന്താ യാസി കൊടുക്കാത്തതെന്നുള്ള കരച്ചിലാണ് അവിടെ. അങ്ങനെ ഇഫുജിൻ്റെ ഗിഫ്റ്റും അൺബോക്സ് ചെയ്ത് അവൾ കണ്ടോ അവൻ്റെ അടുത്തത് പിടിച്ചു പോയി. അവനത് ഓണാക്കാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. വീഡിയോ